ഡിയർ സ്റ്റുഡൻസ്, KTU BTech ലെറ്റ് 2025 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ലാറ്ററൽ എൻട്രി സ്കീമിലൂടെ BTech ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോളിടെക്നിക് ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാം. ഡിപ്ലോമ പാസ് ഔട്ട് സ്റ്റുഡൻസിനും ഇപ്പോൾ ഡിപ്ലോമ ഫൈനൽ ഇയർ പഠിക്കുന്ന അഥവാ S6 പഠിക്കുന്ന സ്റ്റുഡൻസിനും ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാം. KTU എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു മെയിൻ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ്. കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി. KTUവിൻ്റെ അണ്ടറിൽ കേരളത്തിൽ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. KTUവിൻ്റെ അണ്ടറിൽ വരുന്ന ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ലിസ്റ്റാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഇതിൽ 9 ഗവൺമെൻറ് കോളേജുകളും 3 എയ്ഡഡ് കോളേജുകളുണ്ട്. ഈ കോളേജുകൾക്ക് പുറമെ 25ഓളം ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകളും 130ഓളം പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളും KTUവിൻ്റെ അണ്ടറിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളാണ്. അപ്പോൾ ഈ കോളേജുകളുടെ പ്രത്യേകത ഇവിടെ ഫീസ് കുറവാണ്. ഗവൺമെൻറ് ഫീസ് മാത്രമേ വരുന്നുള്ളൂ. ഇതിൽ മെജോറിറ്റി കോളേജുകളിൽ നല്ല ക്യാമ്പസാണ്, അതുപോലെ നല്ല ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കോളേജുകളിലൊക്കെ ലാറ്ററൽ എൻട്രി സ്കീമിലൂടെ ഡിപ്ലോമ സ്റ്റുഡൻസിന് BTech സെക്കൻഡ് ഇയറിലോട്ട് അഡ്മിഷൻ എടുക്കാം. ലാറ്ററൽ എൻട്രി സ്കീം എന്ന് പറയുമ്പോൾ BTech ഡിഗ്രി 4 വർഷം പഠിക്കേണ്ട, ഡിപ്ലോമ സ്റ്റുഡൻസിന് BTech ഡിഗ്രി 3 വർഷം പഠിച്ചാൽ മതി. അതായത് ഡയറക്റ്റ് സെക്കൻഡ് ഇയറിലോട്ട് അഡ്മിഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ലെറ്റ് എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്യണം. ഇപ്പോൾ ലെറ്റ് എൻട്രൻസ് എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോളേജുകളിലോട്ട് BTech സെക്കൻഡ് ഇയറിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് അഡ്മിഷൻ കിട്ടും. അപ്പോൾ ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല റാങ്ക് വേണം. അപ്പോൾ ടോപ്പ് ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നല്ല ടോപ്പ് റാങ്ക് തന്നെ വേണം. ഇനി ഈ ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ BTech സെക്കൻഡ് ഇയറിൽ ഓരോ ബ്രാഞ്ചിനും വരുന്ന സീറ്റ് ഡീറ്റെയിൽസിൻ്റെ വീഡിയോ ഇന്നോവേഷൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ ഡിപ്ലോമ പാസ്സാവണം, അല്ലെങ്കിൽ 2 വർഷത്തെ ഡിപ്ലോമ പാസ്സാവണം. 2 വർഷത്തെ ഡിപ്ലോമ എന്ന് പറഞ്ഞാൽ പോളിടെക്നിക്കൽ ലാറ്ററൽ എൻട്രി ഉണ്ട്. അങ്ങനെ പോളിടെക്നിക്കൽ ത്രൂ ലാറ്ററൽ എൻട്രി വന്ന സ്റ്റുഡൻസിന് 2 വർഷം കൊണ്ട് ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അവർക്കും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പാസ് ഔട്ട് സ്റ്റുഡൻസിന് മാത്രമല്ല, ഇപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിനും, ഇപ്പോൾ S6 ഏകദേശം തീരാറായി. അപ്പോൾ ആ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാം. എക്സാമിന് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിപ്ലോമയ്ക്ക് വേണ്ട മിനിമം മാർക്ക് 45% ആണ്. റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്നവർക്ക് 40%. ഡിപ്ലോമ സ്റ്റുഡൻസിൻ്റെ കൂടെ ഡിവോക്ക് സ്റ്റുഡൻസിനും അതേപോലെ BSc സ്റ്റുഡൻസിനും ഈ ഒരു എൻട്രൻസ് എക്സാമിന് അപ്ലൈ ചെയ്യാം. BTech ലെറ്റ് എൻട്രൻസ് എക്സാം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ലെവൽ OMR ബേസ്ഡ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എൻട്രൻസ് എക്സാം ആണ്. നമുക്കിതിനൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് പ്രകാരം 120 ക്വസ്റ്റ്യൻസ് വരുന്ന 2 മണിക്കൂറിൻ്റെ സ്റ്റേറ്റ് ലെവൽ OMR എക്സാം ആണ് LBS നടത്തുക. LBS ആണ് ഈ ഒരു എക്സാം നടത്തുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് കിട്ടുന്ന മാർക്കിനെ ബേസ് ചെയ്തിട്ട് അവർ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ, റാങ്ക് ലിസ്റ്റിൽ നിങ്ങളെ പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലെ ഗവൺമെൻറ് എയ്ഡഡ്, ഗവൺമെൻറ് കൺട്രോൾഡ് പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടും. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് BTech ഏത് ബ്രാഞ്ചിലോട്ടും പോവാം. ലെറ്റ് ക്വാളിഫൈഡ് സ്റ്റുഡൻസ് ക്യാൻ അപ്ലൈ എനി ബ്രാഞ്ച് ഓഫ് BTech. അപ്പോൾ നിങ്ങൾ പോളിയിൽ പഠിക്കുന്ന ബ്രാഞ്ചിലോട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് പോളിയിലെ ബ്രാഞ്ചല്ല, BTechന് വേറൊരു ബ്രാഞ്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിലോട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇവിടെ ഈ ഒരു എക്സാമിൻ്റെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത് 8 സബ്ജക്റ്റ് ആണ്. ഈ 8 സബ്ജക്റ്റിൽ നിന്ന് 120 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ വരിക. 120 ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാമിൻ്റെ ഡ്യൂറേഷൻ 2 മണിക്കൂറാണ്. മാക്സിമം മാർക്ക് 120 ആണ്. ഒരു ക്വസ്റ്റിന് 1 മാർക്കാണ് വരിക. അപ്പോൾ മാക്സിമം മാർക്ക് വരുന്നത് 120 ആണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. നിങ്ങളൊരു ക്വസ്റ്റ്യൻ തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്കൊന്നും നഷ്ടപ്പെടില്ല. ഇപ്പോൾ QSAT ലെറ്റിനൊക്കെ വരുമ്പോൾ നമുക്ക് തെറ്റിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ മാർക്കിൽ നിന്ന് മാർക്ക് നഷ്ടപ്പെടും. അവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് QSAT BTech ലെറ്റിന്. KTU BTech ലെറ്റിന് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. ഇനി ഒരു എൻട്രൻസ് എക്സാമിന് വരുന്ന സബ്ജക്റ്റുകൾ, 8 സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, 15 ക്വസ്റ്റ്യൻസ് ആണ് സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് വരിക. രണ്ടാമത്തെ ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, 15 ക്വസ്റ്റ്യൻസ്. 3 ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, 15 ക്വസ്റ്റ്യൻസ്. 4 ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, 15 ക്വസ്റ്റ്യൻസ്. 5 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, 15 ക്വസ്റ്റ്യൻസ്. ഇവിടെ ആദ്യത്തെ 5 സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളാണ്. സിവിൽ, മെക്ക്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ. പിന്നെ വരുന്ന സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. ഇതിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ്. അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നാണ് ചോദിക്കുക, 20 ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് ഇംഗ്ലീഷ്. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ 8 സബ്ജക്റ്റ്, 120 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് LBSൻ്റെ LBScenter.in എന്ന വെബ്സൈറ്റിലാണ്.
അപ്ലിക്കൻസിന് 18 വയസ്സായിരിക്കണം. Applicants should have completed 18 years of age as on 31st December 2025. ഇനി അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. ഈ ഒരു എക്സാമിൻ്റെ അപ്ലിക്കേഷൻ ഫീ വരുന്നത് 1100 ജനറൽ OBC സ്റ്റുഡൻസിന്. SC ST സ്റ്റുഡൻസിന് വരുന്നത് 550. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10/4/2025 സ്റ്റാർട്ട് ചെയ്തു. ദെൻ ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 22/5/2025 എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടില്ല. എക്സാം ജൂണിലായിരിക്കും. എക്സാമിൻ്റെ ഡേറ്റ് ഉടനെ വരും. ഓക്കെ, ഇനി എങ്ങനെയാണ് ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ LBSൻ്റെ വെബ്സൈറ്റിൽ കയറുക, lbscenter.in. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സൈഡിൽ കാണാം അഡ്മിഷൻ ടു BTech ലാറ്ററൽ എൻട്രി ബാർ വർക്കിംഗ് പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ആദ്യമായിട്ട് ചെയ്യുന്നവരെന്ത് ചെയ്യുക, ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ രജിസ്ട്രേഷൻ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്, മൊബൈൽ നമ്പർ, പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാം. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഇത് വായിച്ചു നോക്കണം. നിങ്ങളെ പേര് കൊടുക്കുന്ന സമയത്ത് SSLC ബുക്കിലുള്ള അതേപോലെ കൊടുക്കണം. പിന്നെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാൻ. ഒന്നുമില്ല, പാസ്വേഡിൽ എന്ത് വേണം, മിക്സ് ഓഫ് ലെറ്റേഴ്സ്, നമ്പേഴ്സ് ആൻഡ് സിംബൽസ് എല്ലാം നിങ്ങൾ കറക്റ്റ് കൊടുത്ത് പാസ്വേഡൊക്കെ സെറ്റ് ചെയ്ത് ക്യാപ്ചയൊക്കെ കൊടുത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വരും, രജിസ്ട്രേഷൻ സക്സസ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് മൊബൈലിൽ ഒരു SMS വരും, നിങ്ങളെ രജിസ്ട്രേഷൻ നമ്പർ ആ SMS ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളെ ഇമെയിൽ ID അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലോട്ട് വന്ന രജിസ്ട്രേഷൻ ID ഇവിടെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്ത പാസ്വേഡ് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ചെയ്യുക. ഇപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങളെ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഇവിടെ ഉണ്ടാവും. ബാക്കിയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യും. അപ്പോൾ ഇതിൽ എല്ലാം കറക്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് റിലീജിയൻ, കമ്മ്യൂണിറ്റി, കാറ്റഗറി, കാസ്റ്റ് ഇത് കറക്റ്റ് നോക്കി ശ്രദ്ധിച്ചിട്ട് തന്നെ കൊടുക്കുക. പിന്നെ ഇവിടെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സീക്കിംഗ് അഡ്മിഷൻ ടു ദ BTech ഈവനിങ് പ്രോഗ്രാം ഫോർ വർക്കിംഗ് പ്രൊഫഷണൽ. അപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കഴിഞ്ഞ വർഷം മുതൽ കുറച്ച് കോളേജുകളിൽ, കേരളത്തിൽ 10-ൽ താഴെ കോളേജുകളിൽ ഈവനിങ് BTech ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. അത് മെയിനായിട്ട് ജോലി ചെയ്യുന്നവരെ ഉദ്ദേശിച്ചിട്ടാണ്, അതായത് വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ ഇപ്പോൾ ഡിപ്ലോമ ഫൈനൽ ഇയർ പഠിക്കുന്നവർ, ജസ്റ്റ് പാസ് ഔട്ട് ആയവർ ഒക്കെ എന്താണ് ഇവിടെ നോ എന്ന് തന്നെയാണ് കൊടുക്കേണ്ടത്. അതായത് വർക്കൊക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, വർക്കിംഗ് പ്രൊഫഷണൽ ഇവിടെ yes എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമൊക്കെ സെയിം തന്നെയാണ് വരിക, പക്ഷേ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് റെഗുലറിൽ കൊടുക്കാൻ പറ്റില്ല, വർക്കിംഗ് പ്രൊഫഷണൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു 10-ൽ താഴെ കോളേജുകളാണ് വരുന്നത്. അപ്പോൾ ഇത് പിന്നെ ഈവനിങ് BTech ആണ്. അപ്പോൾ അങ്ങനെ ഈവനിങ് BTech ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യുക, yes എന്ന് കൊടുക്കുക. അപ്പോൾ ഈവനിങ് ഇവിടെ yes എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണലാണ്, നിങ്ങളെ റാങ്ക് ലിസ്റ്റ് വരെ നിങ്ങൾക്ക് റെഗുലർ BTechന് എന്ത് ചെയ്യാൻ പറ്റില്ല, രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസ് മാത്രം, അതായത് അതിന് കണ്ടീഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അങ്ങനെയുള്ളവർ ഈവനിങ് ചെയ്യുന്നവരുണ്ടെങ്കിൽ മാത്രം ഇവിടെ yes കൊടുക്കുക, അല്ലാത്തവർ നോ കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് കമ്മ്യൂണൽ റിസർവേഷൻ SCBC എന്ന് പറയുമ്പോൾ OBC ആണ്, ST. അപ്പോൾ ഇതിൽ ഏതെങ്കിലും റിസർവേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ yes എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഇനി ഇതിൽ OBC റിസർവേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ OBC OEC റിസർവേഷൻ കിട്ടണമെങ്കിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണം. അപ്പോൾ yes എന്ന് കൊടുക്കുക. OBC അല്ലെങ്കിൽ SCBC ഒക്കെ ആണെങ്കിൽ, SC SCക്കാർക്ക് എന്ത് വേണം, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ അതേപോലെ നിങ്ങൾ OEC ആണെങ്കിൽ ഇവിടെ yes എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് OEC ഫീ കൺസെഷൻ ഉണ്ടെങ്കിൽ ഇവിടെ yes എന്ന് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ വായിച്ച് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇവിടെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് yes അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ബിലോങ്സ് ടു ഫോർവേഡ് കമ്മ്യൂണിറ്റി, അതായത് റിസർവേഷൻ ഇല്ലാത്ത കമ്മ്യൂണിറ്റിക്ക് ഒരു റിസർവേഷൻ ഉണ്ട്. അതായത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് EWS റിസർവേഷൻ കിട്ടും. അതായത് ജനറൽ കാറ്റഗറിയാണ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് റിസർവേഷൻ ഉണ്ടാവില്ല. പക്ഷേ അവർ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുകയാണെങ്കിൽ അതിന് EWS എന്ന് പറഞ്ഞിട്ട് റിസർവേഷൻ ഉണ്ട്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, yes എന്ന് കൊടുക്കുക. അപ്പോൾ അല്ലാത്തവർ നോ എന്ന് കൊടുക്കുക. അപ്പോൾ പിന്നെ ചൈൽഡ് ഓഫ് ഡിഫൻസ് ഓർ മിലിറ്ററി പേഴ്സൺ ആണെങ്കിൽ അത് നിങ്ങൾ yes ആണെങ്കിൽ yes കൊടുക്കുക. പിന്നെ അതേപോലെ എക്സ് സർവീസ്മാൻ ഒക്കെ ആണെങ്കിൽ അവിടെ ഫിഷർമാൻ അങ്ങനെയുള്ള അതിനൊക്കെ റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ yes ആണെങ്കിൽ yes കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഓക്കെ, അങ്ങനെ അത് കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങളെ ഫോട്ടോയും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള ഇൻസ്ട്രക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതിൻ്റെ റെസൊല്യൂഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മൊബൈലിൽ ചെയ്യരുത്. മൊബൈലിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ പ്രശ്നമാകും. അപ്പോൾ ലാപ്പിലോ കമ്പ്യൂട്ടറിലോ ചെയ്യുക, അല്ലെങ്കിൽ അക്ഷയ CSC സെൻറ്ററുകളിൽ പോയി ചെയ്യുക. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ അവർ കറക്റ്റ് നിങ്ങൾക്ക് ഇത് സൈസിലാക്കി തരും. അങ്ങനെ ഫോട്ടോയും സിഗ്നേച്ചറൊക്കെ
അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇവിടെ സേവ് ആൻഡ് പ്രിവ്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഡീറ്റെയിൽസ് ഇവിടെ സേവ് ആവും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പാരൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കലാണ്. അപ്പോൾ നിങ്ങളെ പാരൻറ്റിൻ്റെ പേര്, പാരൻ്റ് ഓക്യുപ്പേഷൻ, ആനുവൽ ഇൻകം, നിങ്ങളെ ഹൗസ് നമ്പർ അല്ലെങ്കിൽ വീട്ടു പേര്, സ്ട്രീറ്റ്, പ്ലേസ്, പോസ്റ്റ് ഓഫീസ്, പിന്നെ നിങ്ങളെ ഡിസ്ട്രിക്റ്റ് ഇവിടെ സെലക്ട് ചെയ്യുക, നിങ്ങളെ പിൻകോഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ പാരൻ്റെ ഡീറ്റെയിൽസും അഡ്രസ്സും ഈ ഒരു പേജിൽ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. ഇനി അടുത്ത പേജിൽ നമുക്ക് വരുന്നത് ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. അപ്പോൾ നിങ്ങളെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ക്വാളിഫയിങ് എക്സാം എന്നുള്ളതിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഇയർ ഡിപ്ലോമ, 3 ഇയർ ഡിപ്ലോമ, BSc, DVOC എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ 2 വർഷം ഡിപ്ലോമ പഠിച്ചവർ ലാറ്ററൽ എൻട്രി, പോളിയിൽ ലാറ്ററൽ എൻട്രി വഴി കയറിയവർ 2 ഇയർ എന്ന് കൊടുക്കുക, അല്ലാത്തവർ 3 ഇയർ എന്ന് കൊടുക്കുക. പിന്നെ അടുത്ത ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പാസ്ഡ് ആണോ അപ്പിയറിംഗ് ആണോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പാസ് ഔട്ട് ആണെങ്കിൽ പാസ്ഡ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അപ്പിയറിംഗ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പാസ്ഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് കൊടുക്കണം, അത് നിങ്ങളെ മാർക്ക് കൊടുക്കണം. പാസ്ഡ് ആണെങ്കിൽ നിങ്ങളെ CGPA ഇവിടെ കൊടുക്കണം. മാക്സിമം 10 നിങ്ങൾക്ക് കിട്ടിയ CGPA 8 പോയിന്റ് സംതിങ് എത്രയാണോ അത് ഇവിടെ കൊടുക്കുക. പിന്നെ നിങ്ങളെ ഇയർ ഓഫ് പാസിങ്, പാസ്സായ സ്റ്റുഡൻസ് ഇയർ ഓഫ് പാസിങ് കൊടുക്കണം. പിന്നെ അതേപോലെ നിങ്ങളെ റോൾ നമ്പർ, നിങ്ങളെ പോളിടെക്നിക്കിൽ നിങ്ങളെ ഹോൾ ടിക്കറ്റിൽ എന്തുണ്ട് എക്സാമിൻ്റെ റോൾ നമ്പർ ഉണ്ടാവും, അത് ഇവിടെ കൊടുക്കണം. ഇനി അപ്പിയറിംഗ് ആണ് കൊടുക്കണമെങ്കിൽ എന്ത് വേണ്ട, നിങ്ങളെ പിന്നെ മാർക്കൊന്നും കൊടുക്കണ്ട, കാരണം നിങ്ങളെ റിസൾട്ട് വന്നിട്ടില്ലല്ലോ. ഓക്കെ, പിന്നെ ഇതിൽ എക്സാം സെൻറ്റർ ചൂസ് ചെയ്യുക. എല്ലാ ജില്ലയിലും എക്സാം സെൻറ്റർ ഉണ്ട്. അപ്പോൾ എക്സാം സെൻറ്റർ ചൂസ് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. ഇനി അടുത്തത് പേയ്മെൻറ്റ് പേജാണ്. ഇവിടെ 2 രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യാം. ഫെഡറൽ ബാങ്ക് ചലാൻ അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ്. ഫെഡറൽ ബാങ്ക് ചലാൻ ആകുമ്പോൾ ഇത് സെലക്ട് ചെയ്താൽ ഇവിടെ ചലാൻ ജനറേറ്റ് ആവും. അത് പ്രിൻ്റ് എടുത്ത് പിന്നെ നിങ്ങൾ ബാങ്കിൽ പോയി ബാങ്കുകാരത് ചെയ്തതിൻ്റെ അപ്ഡേഷൻ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ബാക്കി പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് സമയം എടുക്കും. നിങ്ങൾക്ക് പെട്ടെന്ന് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് ചൂസ് ചെയ്യുക. ഓൺലൈൻ പേയ്മെൻറ്റ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ പേ, ഫോൺ പേ, പിന്നെ അതേപോലെ നെറ്റ് ബാങ്കിങ്, കാർഡൊക്കെ ഓപ്ഷൻസ് വരും പേയ്മെൻറ്റ് പേജിൽ. അപ്പോൾ അത് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡാണ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഓരോ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ കാണിക്കും. ഇതിൽ ഏറ്റവും ആദ്യം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നിങ്ങൾ അക്ഷയയിൽ നിന്നുണ്ടാക്കിയ വില്ലേജ് ഓഫീസറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ നിങ്ങളെ പ്ലേസ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ കേരളത്തിലെ ആ ഒരു നിങ്ങൾ ജനിച്ച സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യും. അല്ലെങ്കിൽ പാസ്പോർട്ട്. പിന്നെ പ്രോസ്പെക്ടോസിൽ പറയുന്നുണ്ട് SSLC സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അതായാലും മതി. ഓക്കെ, അപ്പോൾ അത് ഇവിടെ അപ്ലോഡ് ചെയ്യും. ഇനി അടുത്തത് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ SSLC സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യാം. ഇനി അടുത്തത് നിങ്ങൾ SSLC അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത് മൂന്നും, ഈ ആദ്യത്തെ 3 സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നതാണ്. ഇതെല്ലാവരും അപ്ലോഡ് ചെയ്യണം. ഇനിയുള്ള സർട്ടിഫിക്കറ്റുകൾ എന്ന് പറയുമ്പോൾ നിങ്ങളെ റിസർവേഷൻ കാറ്റഗറിയൊക്കെ ബേസ് ചെയ്തിരിക്കും. ഇപ്പം അതിൽ SC, BC, SC, ST സ്റ്റുഡൻസ് ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ SC, BC, OBC സ്റ്റുഡൻസിന് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. SC, ST സ്റ്റുഡൻസിന് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണ്ട. ഇനി നിങ്ങൾ ഡിപ്ലോമ പാസ് ഔട്ട് ആണെങ്കിൽ നിങ്ങളെ മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യുക. മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് കാർഡാണ്, അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ്. ഒറിജിനൽ ഉണ്ടെങ്കിൽ ഒറിജിനൽ അപ്ലോഡ് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് പാസ് ഔട്ട് സ്റ്റുഡൻസിന് ഒറിജിനൽ കിട്ടിയിട്ടില്ലെങ്കിൽ പ്രൊവിഷണൽ ഗ്രേഡ് കാർഡോ അല്ലെങ്കിൽ പ്രൊവിഷണൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്യാം. ഇനി ഇവിടെ ഫൈനൽ ഇയർ പഠിക്കുന്നവർ ഇത് അപ്ലോഡ് ചെയ്യേണ്ട. ഫൈനൽ ഇയർ പഠിക്കുന്നവർക്ക് എന്തുണ്ടാവില്ല, മാർക്ക് ലിസ്റ്റ് ഉണ്ടാവില്ല. അവരുടെ കയ്യിലുണ്ടാവും എന്താണ്, അവർ ലാസ്റ്റ് എഴുതിയ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് ആണ്, അത് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, പിന്നെ OEC ഉള്ളവർക്ക് OEC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ 2-3 സ്റ്റുഡൻസിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് എല്ലാം നിങ്ങൾക്ക് ചോദിക്കില്ല, എല്ലാവർക്കും കോമൺ ആയിട്ട് ചോദിക്കുക ആദ്യത്തെ 3 എണ്ണമാണ്. പിന്നെ നിങ്ങളെ കമ്മ്യൂണിറ്റിക്ക് അനുസരിച്ചും നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിക്ക് അനുസരിച്ചും നിങ്ങൾ പിന്നെ അപ്പിയറിംഗ് ആണോ പാസ്ഡ് ആണോ അതിനനുസരിച്ച് സർട്ടിഫിക്കറ്റ് അപ്ലോഡിൽ മാറും. ഇപ്പോൾ OEC കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ എന്ത് അപ്ലോഡ് ചെയ്യണം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ BSc സ്റ്റുഡൻസ് ആണെങ്കിൽ +2 സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. പിന്നെ OEC ഫീ കൺസെഷൻ കിട്ടുന്നവർ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത നിങ്ങൾക്ക് ഉള്ള റിസർവേഷനൊക്കെ അനുസരിച്ച് ഇവിടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് വരും, അത് കറക്റ്റ് അപ്ലോഡ് ചെയ്യുക. ഇനി നിങ്ങളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലില്ല അല്ലെങ്കിൽ ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട, ജസ്റ്റ് എന്ത് ചെയ്യുക, ഇത് സേവ് ചെയ്തിടുക. ഫൈനൽ സബ്മിഷൻ കൊടുക്കാൻ മതി. എന്നിട്ട് അക്ഷയയിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് അപ്ലോഡ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന്
അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ സർട്ടിഫിക്കറ്റ് ഒന്നും അപ്ലോഡ് ചെയ്യരുത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് റിജക്ഷൻ വന്നാണ്. ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് കുറേ ആൾക്കാർ എടുത്തിട്ടുണ്ട്. അങ്ങനെ എടുക്കരുത്. സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി എടുക്കണം. നിങ്ങൾ അക്ഷയയിൽ നിന്ന് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിലും നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണെങ്കിലും അവിടെ പറയണം, പർപ്പസ് പറഞ്ഞു കൊടുക്കണം, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പർപ്പസ് ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങളെ സർട്ടിഫിക്കറ്റ് ഒക്കെ കറക്റ്റ് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ പ്രിവ്യൂ കാണാൻ പറ്റും, ഷോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ കറക്റ്റ് നോക്കുക, ക്ലിയർ ആയിട്ടാണോ ഉള്ളതെന്നൊക്കെ. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ EWS കാറ്റഗറിക്കാർ ഇങ്ങനെ വരും, EWS സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരും. ഇനി നിങ്ങൾ ആപ്ലിക്കേഷൻ പ്രിവ്യൂ കാണാം. ഇതിൽ നിങ്ങളെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം കറക്റ്റ് സമയമെടുത്ത് എല്ലാം വായിച്ചു നോക്കാം. എല്ലാം ഓക്കെ ആണോ നോക്കുക. ഓക്കെ ആണെങ്കിൽ മാത്രം ഇവിടെ എന്ത് ചെയ്യുക, സേവ് ആൻഡ് കൺഫേം കൊടുക്കുക. ഇങ്ങനെ ഫൈനൽ സബ്മിഷൻ ചെയ്യും. ഇനി ഇതിലെന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൻ്റെ മുമ്പ് ചെയ്യണം. അതായത് നിങ്ങൾ കൺഫേം കൊടുക്കുന്നതിന് മുമ്പ് എഡിറ്റ് ചെയ്യുക. ഇത് നമ്മൾ പിന്നെ സേവ് ചെയ്ത് ഫൈനൽ സബ്മിഷൻ കൊടുത്താൽ പിന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് നോക്കിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ, ഇനി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ അവരെ പ്രിപ്പറേഷൻ ഒന്നും കൂടെ സ്പീഡാക്കുക. നമുക്ക് 2 മാസം ഇനി സമയമുള്ളൂ. ഈ 2 മാസം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റാങ്ക് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾക്ക് കേരളത്തിലെ ടോപ്പ് ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ബിടെക് ഡിഗ്രി ചെയ്യാം. ഇന്നോവേഷൻസ് 14 വർഷമായിട്ട് ലെറ്റിൻ്റെ കോച്ചിങ് ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നടത്തുന്നുണ്ട്. എല്ലാ വർഷവും ആദ്യത്തെ 10ലും ആദ്യത്തെ 100ലും മെജോറിറ്റി സ്റ്റുഡൻസും ഇന്നോവേഷൻസിൽ നിന്ന് ഉള്ള സ്റ്റുഡൻസാണ്. അപ്പോൾ ഇതിൽ ഓൺലൈൻ സ്റ്റുഡൻസും ഉണ്ട്, ഓഫ്ലൈൻ സ്റ്റുഡൻസും ഉണ്ട്. നമ്മൾ ഓരോ വർഷത്തെ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2022 ഫസ്റ്റ് റാങ്ക് കിട്ടിയ നിഷ്ല ഓഫ്ലൈൻ സ്റ്റുഡൻ്റ് ആണ്. സെക്കൻഡ് റാങ്ക് കിട്ടിയ സ്റ്റുഡൻറ്റ് ഓൺലൈനാണ്. തേർഡ് റാങ്ക് കിട്ടിയത് ഓഫ്ലൈനാണ്. 4th 5th ഓഫ്ലൈനാണ്. 6th 9th ഓൺലൈനാണ്. അതേപോലെ ആദ്യത്തെ 100ലും ഒരുപാട് ഓൺലൈൻ സ്റ്റുഡൻസും ഓഫ്ലൈൻ സ്റ്റുഡൻസും ഉണ്ട്. അപ്പോൾ ഇന്നോവേഷൻസിൻ്റെ കണ്ടന്റ് നിങ്ങൾ ഓഫ്ലൈനായിട്ട് പഠിച്ചാലും ഓൺലൈനായിട്ട് പഠിച്ചാലും നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടും. അപ്പോൾ അത്യാവശ്യം നല്ല കണ്ടന്റ് പഠിക്കാനുണ്ട്. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടും. ആദ്യത്തെ 100 റാങ്കിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേരളത്തിലെ ടോപ്പ് ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് ഡിഗ്രി ചെയ്യാം. അപ്പോൾ 2023ലും ഫസ്റ്റ് റാങ്ക് ഓഫ്ലൈനും സെക്കൻഡ് റാങ്ക് ഓൺലൈനാണ്. ഇനി കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ഓൺലൈൻ സ്റ്റുഡൻസ് ആണ്. ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ശ്രീഗണേഷ് ഹരിയാണ്, കോട്ടയത്തുള്ള. സെക്കൻഡ് റാങ്ക് വൈശാഖ് സുനിൽ. ഇനി തേർഡ് ഓഫ്ലൈനാണ്. 4th ഓൺലൈന്, 5th ഓഫ്ലൈന്, 6th ഓഫ്ലൈന്, 8th ഓൺലൈന്, 9th 10th ഓഫ്ലൈന്. അപ്പോൾ ഇതിൽ നമ്മൾ ടോട്ടൽ റിസൾട്ട് എടുത്താലും അതിലെന്താ ഓൺലൈനായിട്ട് പഠിച്ചവരുണ്ട്, ഓഫ്ലൈനായിട്ട് പഠിച്ചവരുണ്ട്. അപ്പോൾ അത് ആ ഒരു റിസൾട്ട് കിട്ടാനുള്ള കാരണം ഇവരൊക്കെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അപ്പോൾ പ്രിപ്പറേഷൻ ഒന്നും കൂടെ സ്പീഡാക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി 2 മാസം ഉണ്ട്, ഈ 2 മാസം ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് 2 മാസത്തെ ഓൺലൈൻ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്രാഷ് കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇന്നോവേഷൻസിൻ്റെ ലേണിംഗ് ആപ്പിലൂടെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സിൽ ലൈവ് സെഷൻസ്, ഓൺലൈൻ എക്സാംസ്, സബ്ജക്റ്റ് വൈസ് എക്സാം, മോഡൽ എക്സാം, പ്രിൻറ്റഡ് റാങ്ക് ഫയൽ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ 2 മാസം കൊണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റാങ്ക് വാങ്ങിക്കാം. അപ്പോൾ പുതിയ സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. പിന്നെ അതേപോലെ അടുത്ത വർഷത്തേക്കുള്ള രജിസ്ട്രേഷൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, ലെറ്റ് 2026. അപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഇയർ തീരാറായ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ പിന്നെ ഓൺലൈൻ രജിസ്ട്രേഷൻ നമ്മൾ അടുത്ത ബാച്ചിലോട്ടുള്ള രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ് നെക്സ്റ്റ് മന്തേ തുടങ്ങുള്ളൂ. അപ്പോൾ KTU ലെറ്റിനെ നന്നായിട്ട് പഠിക്കാം. നമുക്ക് ആദ്യം വരുന്നത് ക്യുസാറ്റ് ലെറ്റാണ്. ക്യുസാറ്റ് ലെറ്റിൻ്റെ സിലബസും KTU ലെറ്റിൻ്റെ സിലബസും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ 2 കോച്ചിങ് ക്ലാസ്സുകളും ഇന്നോവേഷൻസിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.